നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഡാൻ എന്താണ്? അച്ഛനെ ദൃശ്യങ്ങളിൽ കാണാം, അമ്മ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? बेटी की दूसरी माँ है क्या? मुझे मालूम नहीं। आप दूसरी माँ है? नहीं 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 नहीं। मेरी बेटी है? मेरा बेटी है, मेरा अपना बेटी है। अपनी बेटी है। अब बेटी का मारा? वो दोनों बेटी झगड़ा किया था, मारपीट किया था। वो भी मारा था, वो भी मैं 2 थप्पड़ मारा था और कुछ नहीं। मैं तो काम करने के लिए वो मेरे हस्बैंड और मैं स्कूल में काम करता हूँ ना, मेरा ड्यूटी में गया था। वो लड़की मेरे साथ लिया है। आप बेटी को मारा? आप बेटी को मारा? वो बेटी के नहीं, दोनों बेटी को मारा। दोनों बेटी मारपीट किया ना, दोनों बेटी को मैं मारा था। बाद वो लड़की मेरे साथ में ले गया। അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ടാനമ്മയാണ് എന്ന വാദം അവർ നിഷേധിക്കുകയാണ്. അവരുടെ മകൾ തന്നെയാണ് എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അയൽവാസികൾ മറിച്ചുള്ള വാദങ്ങളും പറയുന്നു. പക്ഷേ കുട്ടികളുമായി വഴക്കുണ്ടാക്കിയിരുന്നു എന്ന കാര്യം അവർ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പ്രതികരണത്തിലാണ് പോലീസിന് സംശയമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിശദമായി ആ വഴിയിലേക്ക് അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന മുഖഭാവമല്ല ഇപ്പോൾ അവരുടെ മുഖത്തുള്ളത്. അത് വ്യക്തമാണ്. അവർ വളരെ ധൈര്യത്തോടെയായിരുന്നു ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആദ്യ മണിക്കൂറുകളിൽ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ കണ്ണിൽ നിറയുന്നുണ്ട്, കണ്ണ് കലങ്ങിയാണ് അവർ സംസാരിക്കുന്നത്. സ്വാഭാവികമായി ആ മണിക്കൂറുകളൊക്കെ പിന്നിട്ട് ഇങ്ങനത്തെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ആ ദിശയിലേക്ക് കൂടി നീങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ ഈ മൂത്ത സഹോദരനുമായി, കുട്ടിയുടെ നേരെ മൂത്ത സഹോദരനുമായി ഇവർ ഈ വിഷമങ്ങൾ പങ്കുവച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ആ അന്വേഷണം കൃത്യമായി എവിടെയാണ് കുട്ടി ഇപ്പോൾ ഉള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പോലീസിനെ എത്തിക്കും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. പക്ഷേ കുട്ടി മർദ്ദനം നേരിട്ടിരുന്നുവെന്ന് അയൽവാസികൾ പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാതിരിക്കാനാവില്ല. കാരണം അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും തുറന്നു പറയില്ല മകളെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അവിടെ ഈ അയൽവാസികൾ നടത്തുന്ന പ്രതികരണങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. തീർച്ചയായും പോലീസിന്റെ അന്വേഷണത്തിന് ഇനി നിരവധി വഴികളുണ്ട്. അവർ അന്വേഷിച്ചേക്കാം പല വഴികളിലായി. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 24 മണിക്കൂർ പിന്നിടുകയാണ്. കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കന്യാകുമാരി എന്ന് പറയുന്ന ടൂറിസം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ പലവിധ മേഖലകളുണ്ട്. അവിടെ എവിടെയാണ് ഈ പെൺകുട്ടി എന്ന കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5 അംഗ പോലീസ് സംഘം അവിടെയുണ്ട്. അവരുടെ വിശദമായ അന്വേഷണമുണ്ട്, തെളിവെടുപ്പുകളുണ്ട്, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. CCTV ക്യാമറകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ ഈ പെൺകുട്ടി എങ്ങോട്ടേക്കെങ്കിലും നടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ അതിലൊക്കെ ഒരു വ്യക്തത വന്നേക്കാം.